ഷിയാസിന്റെ പ്ലാച്ചി ഇറങ്ങിയതിനു ശേഷം അനുമോള് ഒത്തിരി പ്രാവശ്യം പ്ലാച്ചി എടുത്തിട്ടില്ല. ഇല്ല, എനിക്ക് മനസ്സിലായി. അതെന്ത് ഹിന്ദി കിട്ടിയോ? ഇല്ല, ഞാൻ പറഞ്ഞു, ഇനി പറയാലോ. അങ്ങനെയല്ല, അങ്ങനെയല്ല. പുള്ളിക്കാരൻ ഒന്നത്തെ കാര്യം, ഷിയാസിക്ക വന്ന് കയറി എൻട്രിക്ക് വന്ന സമയത്ത് ഇക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം തോന്നിയാൽ എന്റെ വീട്ടിൽ അത്രയും ദിവസം വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ പുള്ളിന്റെ മൈൻഡൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പുള്ളിക്ക് അറിയാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവിടെ ക്യാമറ ഒക്കെ ഉള്ളത്. എന്നിട്ട് എന്നെ നോക്കുന്നു കൂടിയില്ല, ഞാൻ പുറകെ നടക്കുക ഇക്ക പറഞ്ഞ് നീ പോയാ എന്നൊക്കെ എന്നെ ഓടിച്ചു വിടുക. പിന്നെ എന്നിട്ട് പ്ലാച്ചി ഇവിടെ ചോദിച്ചു, പ്ലാച്ചി എടുത്ത് എറിയുന്നതും പോകുന്നതിന് മുന്നേ എനിക്ക് പ്ലാച്ചി എടുത്ത് എറിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കണക്ട് ചെയ്തോടെ പ്ലാച്ചി എനിക്ക് നെഗാണെന്ന് മനസ്സിലായി. കാരണം പുറത്ത് എനിക്ക് നെഗറ്റീവ് ആയി, കാരണം പോസിറ്റീവ് ആണെങ്കിൽ പ്ലാച്ചി എടുത്ത് എറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവിടെ തിങ്ക് ചെയ്യാണ്. അപ്പൊ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഡാൻസ് രാവിലെ മോർണിംഗ് ഡാൻസ് ആ ടൈമില് പാട്ടിന് സൗണ്ട് പുറത്തു വരില്ലല്ലോ. അപ്പൊ പറഞ്ഞു സോറി മോളെ, പ്ലാച്ചി നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു. അത് കൃത്യമായിരുന്നു പറയാത്തൊരു സംഭവം. അങ്ങനെയല്ല, കാരണം വെച്ച് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ വിക്കി നോക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമത്തോട് നിൽക്കുന്നു. പിന്നെ അനീതിയാണല്ലോ, അപ്പൊ വിഷമിക്കാൻ പാടില്ല. മോളെ നമുക്ക് പ്ലാച്ചി വേണ്ട. കഥ നിർത്തിക്കോ. സംഭവം ഞാൻ ബിഗ് ബോസില് 86 ദിവസം നിന്നാണ്. അതിന്റെ അകത്ത് ഞാൻ എല്ലാ രീതിയിലും പയറ്റി. എന്റെ കൂടെ സീസണിൽ ഉണ്ടാകുന്ന ആളുകളൊക്കെ അതിഭീകരന്മാര് ഞാൻ പറയാം അതിഭീകര കൊമ്പന്മാരുള്ള സ്ഥലമാണ് ബിഗ് ബോസിൽ. ഇനി ഞാൻ ഈ സീസണിൽ അടുത്ത സീസണിൽ പോകുന്നുണ്ടെങ്കിൽ ആ സാധനം എടുത്ത് ചെയ്യരുത്, അവരത് മാറ്റും. ഈ പാട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് പാട്ടായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യപ്പെട്ടു നെഗറ്റീവ് പാട്ടോ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നിനക്ക് പ്ലാച്ചി നെഗറ്റീവ് അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല. നീ ദൈവത്തോർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ് എന്നെ ഏറി കെട്ടി പറപ്പിച്ചോട്ടോ, അല്ലെങ്കിൽ തന്നെ നിന്റെ പ്ലാച്ചിന് ഇറങ്ങിയതിന് ക്ഷീണം ഞാൻ മാറിയിട്ടില്ലായിരുന്നു. അല്ല ഇക്ക ആ പാട്ടിൽ ഇക്ക അങ്ങനെയല്ല പറഞ്ഞത്. ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ ആണോ സാരമില്ല അത് തന്നെയാണ് ഞാൻ ശബ്ദമായിട്ട് പറഞ്ഞു. അവർക്ക് മനസ്സിലാവും, അവർക്ക് ആംഗ്യ ഭാഷ അറിയില്ല. അത് ഞാൻ കേട്ടില്ല. അപ്പം പ്ലാച്ചി നിനക്ക് നെഗറ്റീവ് അങ്ങനെയാണോ പറഞ്ഞത്? ചേട്ടാ ഞാൻ മിക്കവാറും ചന്ദ്രനിലേക്കായിരിക്കും പോകുന്നത്. ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അവിടെ ഫ്ലൈറ്റ് ലാൻഡ്. അതെന്തായാലും സന്തോഷമാണ്. ഷിയാസെ, അനുമോൾ വിൻ ചെയ്തു. അനുമോൾ നേരത്തെ പറഞ്ഞു എന്റെ ഒരു ആങ്ങളെയാണ്. ലോട്ടറി അടിച്ചു അല്ലേ? ലോട്ടറി അടിച്ചു. മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഞാൻ പ്രൗഡോടെ ആസ് എ ബ്രദർ എന്ന് പറയുന്നു. കാര്യം ഈ ലേഡി ദിൽഷ വിന്നറായിട്ട് ലേഡിയായിട്ട്, പിന്നെ അനുമോളാണ്. ഈ ലേഡി വിന്നേഴ്സ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു ആള് അനുമോളാണ്. അത് എടുത്തു പറഞ്ഞത് അത് ചേച്ചി ഒരു ഫെമിനിസ്റ്റ് ആണ്. ഞാൻ അത് മാത്രല്ല എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പറഞ്ഞോട്ടെ, ലേഡി വിന്നർ ബിഗ് ബോസ് ലേഡി വിന്നർ ആകുമ്പോ മിക്ക ആൾക്കാരും അംഗീകരിച്ചു തരുന്നില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ചുപേര് അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ കുറെ മെസ്സേജുകൾ കുറെ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലേഡി വിന്നർ ആവാൻ പറ്റത്തില്ല, അതായത് ബിഗ് ബോസിൽ എപ്പോഴും ഒരു മെയിൽ ആയിരിക്കണം വിന്നർ ആവേണ്ടെന്നുള്ളത് എനിക്ക് കുറെ കമന്റ് വന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 2011 10-11 സമയത്ത് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനന്ന് ഒരു 15, 16 വരെ 17 വരെയും ഞാൻ ഒരു പക്ക മോഡലായിരുന്നു. കേരളത്തിൽ ഒട്ടുമിക്ക ടെക്സ്റ്റൈൽസ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് 15,000 രൂപയും എന്റെ കൂടെ ഷൂട്ട് ചെയ്ത പെൺകുട്ടിക്ക് 1.5 ലക്ഷം രൂപയായിരുന്നു സാലറി. നീ അത് മനസ്സിലാക്കണം. അങ്ങനെയൊന്നുമില്ല. ഇവനെ ഈ ബിഗ് ബോസ് ഒരു ഇടതല മൂർച്ചയുള്ള വാളാണ്. അത് അങ്ങോട്ട് വെട്ടിയാലും ഇങ്ങോട്ട് വെട്ടിയാലും മുറിയും. അപ്പൊ അതിലെ ഫാൻ ബേസും അതിലുള്ള ആളുകളൊക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അതിലെ എല്ലാ വ്യക്തികൾക്കും ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ ജയിക്കണം എന്നുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പൊ ആ ഒരു ത്വരയുടെ വിഷമവും അവരുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ കൂടിയിട്ട് അനുമോൾ അക്കൗണ്ടിൽ വന്ന് ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഇത് അവൾ വായിക്കാൻ നിൽക്കും. ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതിന്റെ കമന്റും വായിക്കാൻ പാടില്ല. അതിലുള്ള അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നിന്റെ പ്രാചീന സമയത്തൊക്കെ എനിക്ക് വന്ന
അല്ല വായിക്കുമ്പോ എനിക്കൊന്നും തോന്നാറില്ല, ഞാൻ ചിരിച്ചോണ്ടാ വായിക്കുന്നത് സത്യമായിട്ടും. കാരണം ഞാൻ അപ്പൊ അവിടെ ചിന്തിക്കുന്ന വെച്ചാല് അതിനകത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഫൈറ്റ് ചെയ്ത് എനിക്കറിയാം. ഇപ്പം 24 hours ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. ഫുൾ ടൈം ഞാൻ അവിടെ എന്താ കാണിക്കണമെന്ന് കാണുന്നില്ല. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് എല്ലാവരും പറയുന്നത് 24 മണിക്കൂർ അനുവിനെ കണ്ടോണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അനുവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ചേച്ചി ക്വസ്റ്റ്യൻ നേരത്തെ തന്നു, ചേച്ചി മാത്രമേ ചോദിക്കത്തുള്ളൂ. ആ ചേച്ചിക്ക് മാത്രം ധൈര്യമുള്ളൂ. കാര്യം ധൈര്യമുള്ള വ്യക്തികളാണ് മൈക്കിലുള്ള, ബാക്കിയുള്ളവർക്ക് ഭയമാണ്. കാര്യം എനിക്ക് ചോദിച്ചാൽ ചേച്ചി ധൈര്യമായിട്ട് ചോദിച്ചോ, ശൈത്യയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, നെഗറ്റീവും പോസിറ്റീവും കമന്റിനെ പറ്റി പറഞ്ഞു. ശൈത്യം എൻട്രി ചെയ്ത ഒരു കട്ടപ്പയുടെ പേര് മാത്രമേ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സ്വന്തം അമ്മ പോലും അതിനകത്ത് കട്ടപ്പ, എനിക്കൊന്ന് ഏഷ്യാനെറ്റ് കാര്യം കട്ടപ്പ എന്നുള്ള പേരിട്ട് കഴിഞ്ഞപ്പം ശൈത്യയുടെ അമ്മ പോലും അതിനകത്ത് ഇട്ട് വന്ന് കമന്റ് ഇട്ട ആ വ്യക്തിയാണ് ശൈത്യയുടെ അമ്മ. അപ്പൊ അനുമോൾ അന്ന് ആ ബാത്റൂമിന്റെ സൈഡിൽ കണ്ണാടിന്റെ ചില്ലിന്റെ അവിടെ ഇരുന്ന് രാത്രി നിങ്ങൾ പിണക്കമെല്ലാം പറഞ്ഞ് സംസാരിച്ചില്ലേ, ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോഴത്തേക്കിനും അനുമോൾ ഒരു ക്വസ്റ്റ്യൻ ശൈത്യയോട് ചോദിച്ചു, അത് നിനക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ നീ എന്തിനു പേടിക്കണം. അപ്പം അനുമോളുടെ ആ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് കാണുക, കാണണ്ടാത്തത് കാണണ്ടാത്ത വെക്കുക, അത്രേ ഉള്ളൂ. കൈവോട്ട്. അപ്പം എനിക്ക് തോന്നുന്നു, അല്ല നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരുന്നുള്ളൂ, നമ്മൾ വരുന്നുള്ളൂ, പ്ലീസ് നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്ന സമയങ്ങളാവുന്നുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ചേച്ചി ഇടപെടുന്നതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് തോന്നി. എന്താണ് ഷിയാസ്, ഒത്തിരി സന്തോഷം. നമ്മള് ഷിയാസ് എയറിൽ പോവാം, ഞാൻ എയറിൽ നിന്നും ഇറക്കാം, വേറെ ഒരു സമയത്ത് കൊണ്ടുവരാം. നിന്റെ നല്ലതിന് വേണ്ടി ചേട്ടൻ ചെയ്യുന്ന കാര്യം ഒരിക്കലും പറയാൻ പഠിക്കുന്ന കുട്ടിയൊക്കെ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടിട്ട് എന്റെ മാനേജർ, എന്റെ ക്യാരക്ടർ മാനേജർ ആയിരുന്നു, അതുകൊണ്ട് മാത്രമേ അവിടെ നിന്നതാ. എനിക്ക് തോന്നി ഞാൻ LKG സ്റ്റുഡന്റിന്റെ ഭാവ എടുത്ത് കരഞ്ഞ ഒരു ഫീൽ ആയിരിക്കും. അല്ല അതുകൊണ്ട് മിണ്ടാതെ നിന്നപ്പോ പുള്ളി എന്നെ നോക്കുന്നുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പഴാ വിഷമത്തിൽ പറഞ്ഞതാണ്, മോളെ നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം ഷിയാസ്. ഏതായാലും ഷിയാസ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ക്ഷണം ചോദിച്ചത്. ഒത്തിരി സന്തോഷം ഷിയാസ് വന്നതും ഷിയാസിനെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതും പ്രവാസി ലൈവിനും വണ്ടു ടോക്സിനും വേണ്ടി ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അനുമോളുടെ ഒരു ഫാൻസ് മീറ്റപ്പ് അത് UAE നടത്തിയത്. നീ വേറെ ലെവലായിട്ടോ. എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഫാൻസിൽ നിന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയൊക്കെ പറയുന്നത്. എന്തിനാവട്ടെ, എന്നിട്ട് അനുമോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു പിടിച്ചാൽ കിട്ടൂല. അപ്പൊ നല്ലൊരു കൈയോടുകൂടി നമുക്ക് ഷിയാസിനെ യാത്രയാക്കാം. താങ്ക് യു, കഴിഞ്ഞു. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാൻ കേൾക്കാൻ നിന്റെ ഷിയാസ് ഇവിടെ വെയിറ്റ് ചെയ്യും ഇവിടുന്ന്. ഒത്തിരി സന്തോഷം ഷിയാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.